ഇന്ന് ഞാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലാണുള്ളത്. കേരളത്തിൻ്റെ പൂന്തോട്ടമെന്നും ഈ കാണുന്ന ഉദ്യാനത്തെ അറിയപ്പെടുന്നുണ്ട്. അതുകൂടാതെ പശ്ചിമഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ജലസംഭരണി നമ്മുടെ മലമ്പുഴ ഡാം. വെള്ളം വളരെ കുറവാണ്. ഭയങ്കര മനോഹരമാണിതാ ഈ മലമ്പുഴ ഡാമിലെ കാഴ്ചകൾ. കാനായി കുഞ്ഞിരാമൻ്റെ യക്ഷി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല. അതും ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. കൽപ്പാത്തി ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഈ മലമ്പുഴ ഡാം സന്ദർശിക്കാൻ വേണ്ടി വന്നത്. പാലക്കാട് നിന്നും ഒരു 8 കിലോമീറ്ററേ ഉള്ളൂ ഈ മലമ്പുഴ ഡാമിലേക്ക്. കൽപ്പാത്തിയിൽ നിന്നും ഒരു 4-5 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വരവ് കൊണ്ട് ഒട്ടും നഷ്ടമില്ല. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് കൂട്ടുകാരെ. ഈ വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഒരു ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. കൂടാതെ ഇവിടെ നല്ല തേനീച്ചയുണ്ട്. ഇതിൻ്റെ കുത്തങ്ങാണം ഒന്ന് കിട്ടിയാലുണ്ടല്ലോ വെള്ളത്തിൽ ചാടുകയെ നിവൃത്തിയുള്ളൂ, വേറെ ഒരു മാർഗവുമില്ല. കല്ലൊന്നും എടുത്ത് എറിഞ്ഞ് അതിനെ ശല്യം ചെയ്യരുത്, മണ്ടത്തരമൊന്നും കാണിക്കരുത്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ വളരെ ശ്രദ്ധിക്കുക. 1949 മലമ്പുഴ ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 1955 അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി. റെക്കോർഡ് വേഗത്തിലാണ് ഈ മലമ്പുഴ ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. നമ്മൾ ഈ മലമ്പുഴ ഡാമിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് അവിടെ തന്നെ ഒരു ട്രെയിനിൻ്റെ എൻജിനൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ലോക്കോ പൈലറ്റ് ആവാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ ആഗ്രഹം ഞാൻ അവസാനം ഇതിൽ തന്നെ തീർത്തു. എന്തായാലും ഈ ട്രെയിൻ ഓടിക്കാൻ വേണ്ടി പ്രത്യേക പരിശീലനമോ വലിയ കഴിവുകളോ ഒന്നും വേണ്ട. എന്തായാലും ഞാൻ ഈ ട്രെയിനൊന്ന് ഓടിക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ ട്രെയിൻ ഓടിക്കാൻ ആഗ്രഹമുള്ളവർ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. കണ്ടോ, ഇരിക്കാനായിട്ടുള്ള സീറ്റില്ല കേട്ടോ. അതിനൊരു സീറ്റും കൂടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് എന്തായാലും നല്ലതായിരിക്കും. മലമ്പുഴ ഡാമിലേക്കുള്ള എൻട്രി രാവിലെ 9 മണി മുതലാണ്. ഒന്നുകിൽ നിങ്ങൾ രാവിലെ വരിക. ഞങ്ങൾ എത്തിയപ്പോഴേക്കും 11 മണിയായി. കട്ട ചൂടായിരുന്നു. 1-2 കുപ്പി വെള്ളം കയ്യിൽ കരുതുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. തൊട്ടടുത്തൊരു സ്നേക്ക് പാർക്കുണ്ട് കേട്ടോ. അതിന് രാവിലെ 9 മണി തൊട്ടാണ് അവിടെ ഓപ്പണിംഗ് ടൈം. വൈകുന്നേരം 5 മണി വരെ ഉണ്ട്. റോപ്പ് വേ സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. ചൂടായതുകൊണ്ട് തന്നെ പിന്നെ ആ റോപ്പ് വേയിൽ കൂടെ കയറി ഇരുന്നിട്ട് ചൂട് കൊള്ളാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അതിൽ കയറിയില്ല. വൈകുന്നേരത്തൊരു 3-4 മണിക്ക് വരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. മലമ്പുഴ ഡാം സന്ദർശിക്കാനൊരു ചെറിയ എൻട്രി ഫീസുണ്ട്. വലിയവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. അതൊരു വലിയ ഫീസല്ല. അത്രത്തോളം നല്ല കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. എൻട്രി ഫീസ് വളരെ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു. കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, തമിഴ്നാട് നിന്ന് പോലും കമിതാക്കൾ ഇവിടെ വരുന്നുണ്ട്. പല മരത്തിൻ്റെ ചുവട്ടിലും അവർ സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നല്ല മനോഹരമായ 2 ആമ്പൽക്കുളങ്ങളുണ്ട് കേട്ടോ. വാന നിരീക്ഷണ കേന്ദ്രമൊക്കെ ഉണ്ട്. ഇപ്പം എന്തായാലും അവിടെ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. വാനമൊന്നും നമുക്ക് നിരീക്ഷിക്കാൻ പറ്റിയില്ല. ഡാമിൻ്റെ മുകളിൽ നിന്ന് ഉള്ള വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. കട്ട ചൂടാണ്.
പക്ഷേ ഈ ഡാമിൻ്റെ സൈഡുകളിൽ ടാപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ അവിടെ നിന്നെടുത്ത് കുടിക്കാവുന്നതാണ്. മലമ്പുഴ ഡാമിലെ വെള്ളം ഡയറക്റ്റ് കയറ്റി വിടുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അതോ നല്ല ശുദ്ധമായ വെള്ളമായിരിക്കാം. എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല കേട്ടോ. അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയുന്നത് ശരിയല്ലല്ലോ. ഒരു വഴിക്ക് പോകയല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കുടയും കൂടി എടുത്ത് വച്ചിരുന്നു. പക്ഷേ ഇതുവരെ അതിനൊരു ഉപയോഗം വന്നില്ല. പക്ഷേ മലമ്പുഴ ഡാം കാണാൻ വന്നപ്പോൾ എനിക്കത് വളരെ ഉപകാരപ്പെട്ടു. ഈ ഡാം കണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് കണ്ട ഒരു ബോർഡാണ് കേട്ടോ. അവസാനത്തെ പ്രതീക്ഷ കൈവിട്ടു എന്ന് വിചാരിക്കുന്നിടത്താകും നല്ലൊരു നാളെയുടെ തുടക്കം. എന്തിനാ ഇങ്ങനെ ഒരു ബോർഡ് മലമ്പുഴ ഡാമിൻ്റെ പരിസരത്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി മലമ്പുഴ ഡാം കാണാം അല്ലെങ്കിൽ മലമ്പുഴ ഡാമിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ബോർഡ് കണ്ടിട്ട് ചിലപ്പോൾ അവരുടെ മൈൻഡൊന്ന് മാറുകയാണെങ്കിൽ എന്ന് വിചാരിച്ചാകാം. എന്തായാലും നല്ലത്. എന്തായാലും ഈ ഡാം കണ്ട് തിരിച്ചു പോകുന്ന വഴിയിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കേട്ടോ. അധ്വാനിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഡാമൊക്കെ കണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ 1-2 ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് കേട്ടോ. അവിടെ ഐസ്ക്രീം, ജ്യൂസുകൾ, ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസൊക്കെ നമുക്കവിടെ വാങ്ങിക്കാൻ കിട്ടും. ഈ മലമ്പുഴ ഡാം സന്ദർശിക്കാൻ വരുമ്പോൾ നമ്മൾ മറക്കാതെ കാണേണ്ട ഒരു കാഴ്ചയാണ് നമ്മുടെ കാനായി കുഞ്ഞിരാമൻ്റെ യക്ഷി. മറക്കില്ലെന്ന് എനിക്കറിയാം, വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളേ. ആ ഡാമിൻ്റെ മുകളിൽ നിന്നിട്ട് കംപ്ലീറ്റ് വെയിലും കൊണ്ട് കേട്ടോ ടയേർഡായി. ഇങ്ങനെ താഴെ ഇറങ്ങി വന്നതാ ഇതുവഴി നടന്നു പോയപ്പോൾ എന്തൊരു ആശ്വാസമാണ്. എന്തൊരു കുളിർമയാണെന്നറിയാവോ. മരങ്ങൾ നട്ട് വളർത്തുന്നതിൻ്റെ ഉപയോഗം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അടുത്ത് തന്നെ നല്ലൊരു താമരക്കുളവുമുണ്ട്. ഒരുപാട് പൂക്കളൊന്നുമില്ല, പക്ഷേ അതിനിടയിൽ ഒരു പൂവ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഇന്ന് നമുക്ക് പളനിയിലെത്തേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. കാഴ്ചകളൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. പിന്നെ പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ കൂടി ഞാനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.